ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇതാ ഞങ്ങളിന്ന് ഞായറാഴ്ചയായിട്ട് ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. വേറെ എവിടെയല്ല കേട്ടോ, ഊട്ടിക്കാണ് കേട്ടോ. അതാ വയനാട്ടിൽ തന്നെ നല്ല മഞ്ഞൊക്കെ ഉണ്ട്. ഒരു 7:30 ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ഉണ്ട്. കാറിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതാ ഞങ്ങൾ ഇറങ്ങി. ഇതാ പിള്ളേരൊക്കെ നല്ല ട്രിപ്പ് പോകാനുള്ള നല്ല സന്തോഷത്തിലാണ് കേട്ടോ. പക്ഷെ എന്താ കുറച്ചങ്ങ് എത്തിയപ്പോൾ ഇതാ ഒരുത്തരം ഛർദി തുടങ്ങി. അങ്ങനെ ബത്തേരി കഴിഞ്ഞിട്ടോ. ബത്തേരി കഴിഞ്ഞപ്പോഴേക്ക് കാട് തുടങ്ങി. കാട്ടിലൂടെയാണ് കേട്ടോ ഇനിയുള്ള യാത്ര. അപ്പോൾ ഇതാ നീലഗിരി എത്തിയപ്പോൾ തന്നെ ഈ കൊന്ന പൂത്തിക്കുന്ന പോലെ തന്നെ നീല കളറുള്ള പൂത്തിക്കുന്നുണ്ട് കേട്ടോ റോഡ് സൈഡ് മുഴുവൻ. അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ബിസ്ക്കറ്റ് വാങ്ങാമെന്ന് ഓർത്തപ്പോൾ ഇതാ ഒരു കട ഇരിക്കുന്നത്. അവിടെ കയറി ബിസ്ക്കറ്റും വാങ്ങി ചേച്ചിയും ചേട്ടനും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബിസ്ക്കറ്റും വാങ്ങി വീണ്ടും കാറിൽ കയറി യാത്ര തുടങ്ങി. പോകുന്നതിൻ്റെ ഇടയിൽ കരിക്കിൻ്റെ കട കാണുമെന്ന് നോക്കി തരുന്നു. അപ്പോൾ ഒരു കരിക്കിൻ്റെ കട കണ്ടിട്ടോ. അപ്പോൾ പിള്ളേർക്ക് കരിക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ കരിക്ക് കിട്ടുന്നുണ്ട് ചേട്ടൻ. അങ്ങനെ പിള്ളേർക്ക് കരിക്ക് വാങ്ങി ഞങ്ങളും കുടിച്ച്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അവന്മാർ. അപ്പോൾ പോപ്കോണും ബിങ്കോയൊക്കെ അവിടെ നോക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ അതിൻ്റെ കരിക്കിൻ്റെ ഉള്ളിലത്തെ സാധനമൊക്കെ രണ്ടുപേർക്കും കഴിക്കാൻ വേണ്ടി കൊടുത്ത് അങ്ങനെ ഞങ്ങളും കരിക്ക് കുടിച്ച് വീണ്ടും കാറിലോട്ട് പോയി. അവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങി. ആരും ഇതുവരെ ഊട്ടി പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. ഏട്ടനും ചേട്ടനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഞാനും ചേച്ചിയൊന്നും അമ്മയൊന്നും ഇതുവരെ ഊട്ടി പോയിട്ടില്ല. അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ ഭയങ്കരമായിട്ട് പോകുന്ന വഴിക്ക് നിറയെ യൂക്കാലിപ്സിൻ്റെ മരങ്ങളുണ്ട് കേട്ടോ. നല്ല സ്മെല്ലായിരുന്നു അവിടെ എത്തിയപ്പോൾ. അവിടെ ഇറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇറങ്ങിയില്ല. മരം നല്ല ഛർദ്ദിലൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണം പിടിച്ചിരിക്കുകയായിരുന്നു. കുറച്ചങ്ങ് എത്തിയപ്പോൾ തന്നെ വയ്യാണ്ടായി അവർക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വണ്ടിയിലൂടെ അതും കണ്ട് ഞങ്ങൾ നേരെ പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു വ്യൂ പോയിൻ്റ് പോലെ കണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി അതും നോക്കി. അങ്ങനെ വീണ്ടും കാറിലോട്ട് കുറച്ചുകൂടെ പോയപ്പോൾ അമ്മക്കും പപ്പക്കും ഏട്ടനൊക്കെ വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ചായ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലമൊന്നും അറിയില്ല, ഏതോ ഒരു കട, ചായക്കട റോഡ് സൈഡിൽ തന്നെ ഇങ്ങനെ കാണാം. അപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. വെയിലത്തിന് ഇരുന്ന് വേണം അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവന്മാർ ബലൂണൊക്കെ വേണമെന്നുണ്ട്, അതും വാങ്ങി. കുറേ കടികളൊക്കെ ഉണ്ട്. പിന്നെ ചോളം ഉണ്ടായിരുന്നു, നല്ല ചൂട് ചോളം ഉണ്ടായിരുന്നു. അപ്പോൾ ചോളവും വാങ്ങി എല്ലാവരും കഴിച്ച്. നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. മസാല ഇട്ടിട്ട് ചോളം വാങ്ങി. പിന്നെ അവന്മാർക്ക് മസാല ഇല്ലാതെ ചോളം വാങ്ങി ഞാനും കഴിച്ച്. എല്ലാവരും കഴിച്ചിട്ടോ. വീണ്ടും പോകും. അപ്പോൾ വീണ്ടും പോകുന്ന വഴി നല്ല നിരപ്പുള്ള തേയിലത്തോട്ടം. ഇങ്ങനെ ഇവിടുത്തെ വയനാട്ടിലത്തെ പോലെയല്ല, മുന്നിൽ ഒരേപോലെ നിരപ്പായിട്ട് നല്ല തേയിലത്തോട്ടം കാണാം കേട്ടോ. അങ്ങനെ ആദ്യം പോയത് ഊട്ടിയിലെത്തുന്ന മുന്നേ ഒരു ഷൂട്ടിംഗ് പോയിൻ്റ് ഒന്ന് കണ്ടു. എന്നിട്ട് അവിടെ ഇറങ്ങി നോക്കാം എന്താ സംഭവം നോക്കാമെന്ന് ഓർത്തിട്ട് ഞങ്ങളിത് എല്ലാവരും ഇറങ്ങി. കാറൊക്കെ നിർത്തിയിട്ട് എല്ലാവരും ഇറങ്ങിയിട്ട് അവിടെ കുതിരസവാരിയൊക്കെ കണ്ടു. അങ്ങനെ കാർ നിർത്തി എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ നടക്കണം കേട്ടോ. കുറച്ച് നടന്ന് മേലെയാണ് ആ സംഭവം. അപ്പോൾ ഞങ്ങൾ നടക്കുവാണ്. അപ്പോൾ ഇവിടെ കുറേ കടകളൊക്കെ കാണാം ഇങ്ങനെ റോഡ് സൈഡിലായിട്ട്. മേലെ കാണുന്നുണ്ട് കേട്ടോ സ്ഥലം ചെറുതായിട്ട്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടന്ന്. ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. അഡൽസിന് 30 രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ കയറ്റം കയറി അവിടെ എത്തണം. അവിടെ എത്തുമ്പോൾ എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ കയറി നോക്കാമെന്ന് വിചാരിച്ച് കയറുന്നുണ്ട്. കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഊട്ടിയിലത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തണുപ്പ് വരും, ചൂട് വരും, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് ഓരോ കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ അവന്മാർ ഓടി കയറുന്നുണ്ട്. ആദ്യമൊക്കെ കയറാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ രണ്ടുപേരും എടുക്കാൻ പറഞ്ഞു. രണ്ടുപേരും ഒക്കത്തൊക്കെ കയറി നടന്നത്. പിന്നെ ഇറങ്ങി ഓടി. ഞങ്ങൾ പോവാണ് കേട്ടോ. ഞാൻ ഫോണൊക്കെ പിടിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ കയറാനുണ്ട്. കയറി അവിടെ എത്തുമ്പോഴത്തേക്കും അടുത്ത് പോകുമെന്ന് തോന്നുന്നു. ഞങ്ങൾ കയറണത്. അപ്പോൾ കുന്നിൻ്റെ പൊക്കത്ത് എത്തി കേട്ടോ. അപ്പോൾ നല്ല കാറ്റ്, നല്ല കാലാവസ്ഥ, നല്ല ഒരു ഇതായിരുന്നു. നല്ല കാറ്റായതുകൊണ്ട് അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ ഫോറസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയപ്പോൾ അവിടെ തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് ഓർത്തിട്ട് 1 മണിയായിട്ടുണ്ടായിരുന്നു സമയം. അപ്പോൾ അവിടെ നിന്ന് കഴിക്കുകയാണ്. പിള്ളേർക്കും ചോറ് കൊടുത്ത് കഴിക്കേണ്ട സമയമൊക്കെ ആയതുകൊണ്ട് അവിടെ നിന്ന് ചോറ് കൊടുക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കഴിച്ച് അവന്മാർക്കും ചോറ് കൊടുത്തത്. അപ്പോൾ പൈൻ ഫോറസ്റ്റിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറി കേട്ടോ. ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി. നിറച്ച് പൈൻ മരങ്ങളാണ് കേട്ടോ. നിറയെ കയറുമ്പോൾ തന്നെ ഉണ്ട് നിറയെ പൈൻ മരങ്ങൾ. ഇരിക്കാനും എല്ലാം പൈൻ മരങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെത്തി. നല്ല മിനുസുള്ള മരങ്ങളൊക്കെ വീണെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പൊക്കത്തൊക്കെ രണ്ടുപേരും കയറി തുള്ളിച്ചാട്ടമൊക്കെയാണ്. അതിൻ്റെ താഴെ തന്നെ ആയിട്ടൊരു തടാകം പോലെയോ ഇങ്ങനെ നല്ല പച്ച നിറത്തിലുള്ളൊരു വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇരിക്കുകയാണിങ്ങനെ. പിന്നെ അവിടെ നിന്ന് തിരിച്ച് നേരെ കാറിൽ കയറി വേറൊരു സ്ഥലത്തോട്ട് പോകാൻ കേട്ടോ. അടുത്ത് പോകുന്ന വഴിക്ക് പിന്നെ കുറേ മഞ്ഞപ്പൂക്കളും. ഇതുവരെ ഊട്ടി എത്തിയിട്ടില്ല. അപ്പോൾ ഊട്ടിപ്പട്ടണമാണ് കേട്ടോ ഈ കാണുന്നത്. നിറയെ അടുത്തടുത്തടുത്ത് വീടുകളാണ്. ഇങ്ങനെ നല്ല രസമാണ് കാണാൻ. നിരന്ന് നിൽക്കുന്ന കുറേ അടുപ്പിച്ചടുപ്പിച്ച് വീടുകൾ. ഊട്ടി സിറ്റി കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടോ, നിരന്ന വീടുകളാണ്. കാണാൻ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങളിതാ അടുത്ത ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകാമെന്ന് ഓർത്തിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകാൻ കേട്ടോ. പോകുന്ന വഴിക്ക് നിറയെ കടകളുണ്ട്. കുറേ പാവകളും സ്വെറ്ററും, തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ സ്വെറ്ററുകളും തൊപ്പികളൊക്കെയാണ് കൂടുതൽ അവിടെ ഉള്ളത്. അങ്ങനെ
ഞങ്ങൾ കടകളൊക്കെ നോക്കി ഇങ്ങനെ പോയി. അപ്പോൾ ഇതാ മഞ്ഞപ്പൂ ഊട്ടിപ്പൂ വാങ്ങാണ്ട് വരാൻ പറ്റില്ലല്ലോ, ഊട്ടി പോയി. അപ്പോൾ ഇതാ ഞങ്ങൾ ഊട്ടിപ്പൂവും വാങ്ങി. അവിടെ നിന്ന് നേരെ കുറേ പൈൻ ട്രീകൾ വിൽക്കുന്ന കട കണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇതാ 2 പൈൻ ട്രീൻ്റെ സാധനം വാങ്ങി. അങ്ങനത്തെ കുറേ ബാഗുകളൊക്കെ വില കുറവിനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചായ കുടിക്കാമെന്ന് ഓർത്തപ്പോൾ അവിടെ കാപ്പിയുണ്ട്. അപ്പോൾ ആ പിള്ളേർക്ക് ബൂസ്റ്റും എല്ലാവർക്കും കാപ്പിയും കുടിച്ച് അവിടെ നിന്ന് നേരെ പോയത് മുരുകൻ്റെ അമ്പലത്തിലോട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ മുരുകൻ ഇങ്ങനെ മൂടി വെച്ചേക്കും, അത് പൂജയുടെ ഭാഗമായിട്ട് അപ്പോൾ അത് കാണാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ സങ്കടത്തിൽ ഞങ്ങൾ വീണ്ടും കാറിലോട്ട് അങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് മേലോട്ട് കയറിയില്ല കേട്ടോ. അപ്പോൾ വീണ്ടും പിന്നെ ഞങ്ങൾ പോയത് ദൊട്ടുബെക്ക പീക്കിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ വണ്ടി നിർത്തി, അവിടെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി ഞങ്ങളിതാ പോവുകയാണ്. അവിടെ നിറയെ കടകളുണ്ട് കേട്ടോ. ഞങ്ങളടുത്ത് ബൊട്ടാണിക്കൽ ഗാർഡനിൽ മാത്രം കടകളുള്ളൂ എന്നൊക്കെ വിചാരിച്ച് സങ്കടത്തിലായിരുന്നു. അവിടെ നിന്നൊന്നും വാങ്ങാൻ പറ്റിയില്ല, പൂ മാത്രം വാങ്ങിയുള്ളൂ, പിന്നെ ആ പൈൻ ട്രീയും. അപ്പോൾ അവിടെ പോകുന്ന വഴിക്കൊക്കെ നിറയെ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതപ്പോൾ ഇങ്ങനെ കയറുന്നിടത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലങ്ങൾ, ഇതിൻ്റെ മേലെ കയറിയ താഴെയുള്ള സാധനങ്ങളൊക്കെ കാണാമെന്നാണ് കേട്ടോ. അതപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഇതുണ്ട്. അതിൻ്റെ പൊക്കത്തൊക്കെ കയറി രണ്ടും തുള്ളലൊക്കെ ആയിരുന്നു. ഇതാ അതിൻ്റെ വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്. താഴെ കൊക്ക പോലെയാണ് കേട്ടോ. പേടിച്ചാൽ പോയത് പാറയാണ്. പാറയെ ചവിട്ടി വേണം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. നിറയെ പാറകൾ, ഇരിക്കാനൊക്കെ പറ്റിയ പാറകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ, ഒരു 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിള്ളേരെ ഫോട്ടോ ഒക്കെ എടുത്തതാണ്. ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി. ഇതാ പിന്നെയും പോകുന്ന വഴിക്കൊക്കെ നിറയെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കുഞ്ഞു വീടുകളാണ് കേട്ടോ. കാണാൻ തന്നെ നല്ല രസമാണ്. ഇങ്ങനെ അടുപ്പിച്ചൊരു വീട് പോലെ. സ്ഥലങ്ങളൊന്നുമില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ തൊട്ടുപെട്ട പിക്ക് പോയപ്പോൾ എല്ലാവരും തൊപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നിരത്തി തലയിൽ തൊപ്പിയും വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല തണുപ്പൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചേട്ടോ. അപ്പോൾ പ്രതീക്ഷിച്ചത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഓരോ സ്ഥലങ്ങളും മാറി മാറിയായിരുന്നു കാലാവസ്ഥ. ചില സ്ഥലത്തൊക്കെ തണുപ്പുണ്ടായിരുന്നു, എന്നാലും അധികം തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കണം അങ്ങനെ തണുപ്പ് അധികം. ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. ടാറ്റാ ബൈ ബൈ.